എല്ലാവരും ആടയാഭരണങ്ങൾ അണിഞ്ഞ് തയ്യാറായില്ലേ? കുന്തം തിരിച്ചു പിടിക്കട കുരാമ. ഇനി നമുക്ക് റിഹേഴ്സൽ ആരംഭിക്കാം. കുമാര, നീ ഭടൻ മാത്രമല്ല പ്രോംപ്റ്റർ കൂടിയാണ്. വായിച്ചു കൊടുക്കാം. കുമാര, നിന്റെ കക്ഷത്തിലിരിക്കുന്ന ഡയറി മാറ്റൂ. ഞാൻ ചത്താലും മാറ്റൂലോ. എന്നാൽ നിന്നെ ഞാൻ മാറ്റിയിരിക്കും. അയ്യോ, എന്നാ വേണ്ട ചൊന്നെടുത്തോ. കൊള്ളാം. രാജകൊട്ടാരത്തിലൂടെ അക്ഷമനായി ഉലത്തുന്ന രാജാവ്. ഉലത്തുവല്ലടാ, ഉലാത്തുന്ന. എങ്കിൽ ഉലാത്തുന്ന രാജാവ്. ഇത്രയ്ക്ക് ബലം പിടിക്കണ്ടോ, നിന്റെ മസില് വെട്ടിക്കേറും. ഡയലോഗ് പറഞ്ഞോളൂ. എന്താണിത്? നിർത്തോ. ഇവനൊക്കെ അടിമ ഇപ്പോഴല്ല വരേണ്ടതാ. നിർത്തൂ. ആദ്യം മുതൽ ആരംഭിക്കട്ടെ. അങ്ങോട്ട് മാറിയിരിക്കണ. സർവശക്തനായ യേക്കൂനാക്കൂസിന്റെ മോണ്ടുകാല സാമ്രാജ്യത്തിൽ നുഴഞ്ഞു കയറിയ ആ നികൃഷ്ടനായ അടിമയെ എന്റെ മുമ്പിൽ ഹാജരാക്കൂ. അടിമ, ഇതിലെ വരൂ. അടിമ, കൊണ്ടുപോകൂ അവനെ. അടിമ, ഇവൻ ഈ നാടകം നശിപ്പിക്കും. നീ സ്റ്റേജിൽ തകർക്കാൻ നോക്കണ്ട. നാട്ടുകാർ നിന്നെ തകർക്കാതെ നോക്കിയാൽ മതി. ആരാണ് നീ? എന്തിനീ സാമ്രാജ്യം? ആരാണ് നീ? എന്തിനീ സാമ്രാജ്യത്തിൽ നുഴഞ്ഞു കയറി? നുഴഞ്ഞു കയറാൻ ചാരനോ ചോരനോ? പറയണം. നിന്നോടാ പറയാൻ പറഞ്ഞ പറയല്ലേ? പറയിപ്പിക്കടാ. എടാ പാടാ. രാജകുമാരി മുറച്ചകരൻ കടന്നു വരട്ടെ. പിതാവേ, ഏതാണ് ഈ കരിങ്കൊരങ്ങ്? എനിക്ക് പേടിയാകുന്നു. വേഗം അഴിച്ചുവിടൂ. അങ്കിളെ, ശത്രുരാജ്യത്തിൽ നിന്ന് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ വന്ന ചാരനാണിവൻ. ഇവന്റെ തലയർക്ക് അങ്കിളെ, തലയർക്ക്. അയ്യോ, ഇത് കള്ളനും ചാരനും ഒന്നുമല്ല, എന്റെ കാമുകനാണ്. എന്താണിത്? ഞാൻ ഓർത്ത് നിന്നെ ഷോക്ക് അടിച്ചതായിരിക്കുമെന്ന്. ഇത്രയും ഞെട്ടണ്ട, ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇത്രയും മതി. ഈശ്വര, കാട്ടിൽ മരഞ്ചാടി നടക്കുന്ന എത്ര കരിങ്കുരങ്ങന്മാരുണ്ട് ഇവിടെ. അതായിരുന്നില്ല ഇതിലും ഭേദം മകളെ. ഈ ടാറുപാട്ടെ സ്നേഹിക്കാതിരിക്കും അങ്ങനെ മനസ്സ് വന്നു പുത്രിയെ. ഇപ്പോൾ ചങ്ങല പൊട്ടിക്കട്ടെ അടിമ. പൊട്ടിക്കോ. എടുത്ത് കളയടാ. രാജാവേ, ഞാൻ കള്ളനോ ചാരനോ അല്ല. മുണ്ടഴിച്ചിടൂ. ടുട്ടു സ്വരത്തിലെ കർമ്മന്മാരുടെ രാജാവാണ് ഞാൻ. പറ്റിയ കോലം. എന്റെ പ്രേമഭാചനം ചിങ്കർജിലിനെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. എന്ത്? നമ്മുടെ പുത്രി ചിങ്കർജിലിനെ നിനക്ക് വേണമെന്നോ? നീ കുറെ ഒലത്തും പോടാ അവിടുന്ന്. എന്റെ കൊച്ചിനെ കൊണ്ടുപോടാ. ഇവന്റെ തലയർക്ക് അങ്കിളെ, തലയർക്ക്. ഓ വേണ്ട. നമ്മുടെ സർവ്വ സൈന്യാധിപൻ അതെ, അവനോട് വരാൻ പറയൂ. അവനെവിടെ പോയി? അച്ഛനെ വിളിച്ച? ഞാനല്ല വിളിച്ചത്, അവിടെ. ഈ നിൽക്കുന്ന നമ്മുടെ സർവ്വ സൈന്യാധിപൻ ഓക്രിയാക്രി. ഇവനുമായി മല്യുദ്ധത്തിൽ ജയിച്ചാൽ എന്റെ മകൾ ജിങ്കർജിലുവിനെ നിനക്ക് സ്വന്തമാക്കാം. മറിച്ച് നീ മല്ലയുദ്ധത്തിൽ ജയിച്ചില്ലെങ്കിൽ എന്റെ തല ഞാനരിയും. നിന്റെ തലയിരിയും. അപ്പോൾ മല്ലയുദ്ധം ആരംഭിക്കാം. സർവ്വ സൈന്യാധിപ, മല്ലയുദ്ധം ആരംഭിക്കൂ. ഈ വാളും ആക്കത്തേക്ക് കൊടുത്തേ. എന്റെ അടിമവേഷം തട്ടിയെടുത്ത ജ്വാസേ, നിന്നെ ഞാൻ തരത്തിന് കിട്ടാൻ കാത്തിട്ട്. നീ എന്റെ അടിമവേഷം നിർത്താനാ പറഞ്ഞത്. ഇവനെന്നെ മരിച്ചു. എടോ തങ്ക, ആ ജിങ്കർജിലു എന്ന് പറയുന്നിടത്തോ കുറച്ച് ഇതുകൂടി ചേർത്തുകൂടെ? ഏതുകൂടെ? അല്ല, കുറച്ച് ഇതുണ്ടല്ലോ, അതിനവിടെ ചേർക്കണ്ട. അതല്ല, മൃഗ. അതെ, വൃക്ക കൂടി ചേർത്ത് വായിക്കൂ. ഇതെന്ത് സംഗീതമാടോ ഇത്? അച്ചോ, കഴുത്തക്കരത്ത് അങ്ങനെ ആരും സംഗീതം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരുപാട് സ്റ്റേജ് ഷൈൻ ചെയ്തിട്ടുള്ളതാണ്. അല്ല, ഞാൻ വെറുതെയും പറഞ്ഞെന്നേ ഉള്ളൂ. അതെ, എനിക്കിപ്പോ ഇവിടെ ഒന്നും ഈ മാട്ടനാടകത്തിന് സംഗീതം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വീട് പാട്ടിനിയാവണ്ടല്ലോ എന്ന് ഓർത്ത് വന്നതായിരിക്കുമല്ലേ?
അച്ഛൻ സിനിമാക്കാര് വീട്ടിൽ വന്ന് ക്യൂ നിൽക്കുക. കൈതക്കര സംഗീതം ചെയ്യണം, സംഗീതം ചെയ്യണം, കഷ്ടം. സംഗീതം ചെയ്യണം എന്ന് എന്നിട്ട് നീ എന്താണ് പോകാതിരുന്നത്? വണ്ടി കാശില്ലായിരുന്നു അച്ഛാ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ നാടകത്തിന്റെ രചന എനിക്ക് നിർവഹിക്കാമെങ്കിൽ, ഇതിലെ പാട്ടുകൾ എനിക്ക് എഴുതാമെങ്കിൽ, ഇതിലെ സംവിധാനം ചെയ്യുന്നത് ഞാനാണെങ്കിൽ, ഈ സംഗീതം എന്ന് പറയുന്നത് എനിക്ക് വെറും പുല്ലാണ്, പുല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു 4 കട്ടയ്ക്ക് വായിക്കട്ടോ. എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തന്നെ ഞാൻ ഏൽപ്പിച്ച പണി മാത്രം താൻ ചെയ്താൽ മതി. അത് ചെയ്യുമല്ലേ? എന്നാ താൻ ചെയ്യടോ. ഈ പാട്ടൊന്ന് പാടൂ. 2ാമത്തെ പാട്ട്, ഞാൻ എഴുതിയ 2ാമത്തെ പാട്ടുണ്ടല്ലോ, അതൊന്ന് പാടൂ. സമപപ്പ 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 ഹൃദയ പരാളമേ മധുമൃദുലാംഗി മൃദുമുതലാങ്കി എന്ന് പാടണം. ഹൃദയ പരാളമേ മൃദുമുതലാംഗി അരികത്തണയു ജിംഗർജിലു 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 ജിംഗർജിലു. അങ്ങനെ മനോഹരമായിട്ട് പാടൂ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ കഷ്ണി തലേനെ ആ കഴുതക്കരയിൽ നിന്ന് വന്ന വങ്കൻ പോറ്റക്കുടി അച്ഛനെ സംഗീതം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ കർട്ടൻസ് എല്ലാം മാറ്റിയില്ലേ? എന്നാൽ നമുക്ക് റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത രംഗം, തടവറയിൽ കിടക്കുന്ന കാമുകനായ അടിമയെ കാണാൻ രാജകുമാരി ജിംഗർജിലു തോഴിയുമായി പാതിരാത്രി തടവറയിലെത്തി. തങ്ക, അത് ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ട് മതി. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ആ പിന്നെ സാറാമേ, ഈ സീൻ അഭിനയിച്ച് നീ അരങ്ങ് തകർക്കണം. നിന്റെ അഭിനയം കണ്ട് ഈ കുരങ്ങന്മാരൊക്കെ ഒന്ന് നാണിക്കട്ടെ. കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂ. തോഴി, എന്തോ? ഭടൻ ഉണർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ ഞാൻ നോക്കിക്കൊള്ളാം. അത് മതി. അച്ചോ, ഈ വായി കൊള്ളാത്ത പേരൊക്കെ പറഞ്ഞ ഞാൻ എങ്ങനെ പറയോ അച്ചോ? സാറാമേ, എന്തോ നിനക്ക് പറയുവാനായിട്ടോ ബുദ്ധിമുട്ടാണെങ്കിലോ അല്ലെങ്കിൽ വിഷമമാണെങ്കിലോ നീ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ മതി. അയ്യോ, താങ്ക് യു അച്ചോ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് കിടക്കുന്നതാണ്. ഗ്ലൂക്കോസേ, ഗ്ലൂക്കോസേ. ജിംഗർജിലു ആ ഈ രാത്രി കോഴിയുമായി? കോഴിയല്ലടാ, തോഴി. കോഴി അതിന്റെ സ്വഭാവം വെച്ചോ. ഇവന് സാറാമ്മയുടെ കൂടെ അഭിനയിക്കാൻ പറ്റാത്ത അസൂയാണോ? നിങ്ങൾ പോര് നിർത്തോ, അഭിനയം തുടരൂ. ഈ രാത്രി കോഴിയുമായി ഉറങ്ങുന്ന ഭടൻ ഉണർന്നാൽ അവള് കൂട്ടിക്കൊണ്ട് പോക്കോളും. അപ്പൊ പിന്നെ നമ്മളെ പിന്നെ ആരും ശ്രദ്ധിക്കില്ല. ഈ പഞ്ചായത്ത് സാറാമ്മയുടെ ജിംഗർജിലുവിന്റെ ഒരു ബുദ്ധി. ആ, ഇവൻ ഈ നാടകം കുളമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇവര് അടിമ വേഷം കൊളോക്കുമെന്ന്. ഞാനാണ് അടിമേരുന്ന വെച്ചെങ്കിലല്ല, ഈ അടിമ പോലെ ഒന്നും അല്ല. ഞാനാണ് അടിമേരുന്ന വെച്ചെങ്കിൽ ഒരു 1.5 അടിമ ഉണ്ടായില്ല, അറിയാമോ? അത് ശരിയാ. നീ മിണ്ടരുതോ ഹൗദക്കുട്ടി, ഞാൻ നിന്റെ കാല് പിടിക്കാം. അതൊന്നും വേണ്ട. നീ എന്റെ കണ്ണും വെട്ടത്തൊന്ന് മാറി നിന്നോ, ഇല്ലെങ്കിൽ കർത്താവാണ് എനിക്ക് കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. അഭിനയം കണ്ടിന്യൂ ചെയ്യടാ. എന്റെ കരളെ, നിങ്ങളെ കാണാതിരുന്നിട്ട് എനിക്ക് ഉണ്ണാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. കഷ്ടം. എന്താ? അവിടുന്ന് എന്നെ ഒന്ന് വാരി പുണരൂ. അവിടുന്ന് എന്നെ ഒന്ന് വാരി പുണരൂ. ഞാനൊന്ന് കോരി തരിക്കട്ടെ. അങ്ങനെയല്ല, ഇത് പനമ്പ് ചുരുട്ടിയുടെ തോളത്തെടുത്ത് വെക്കുന്നത് പോലെയാണ്. ഇങ്ങോട്ട് മാറും, ഞാൻ കാണിച്ചു തരാം. ഇത് വിട്. മാറൂ, ഇങ്ങോട്ട് മാറൂ. വാരി പുണരട്ടെ എന്ന് പറയൂ. വാരി പുണരട്ടെ. എന്റെ ഈശോ, അച്ഛ എന്നാ പരിപാടിയാ കാണിക്കണത്? ഇങ്ങനെ കാണിക്കണം. നിങ്ങൾ പറഞ്ഞു അതും പാളി. തങ്ക, മ്യൂസിക് ഹൃദയ പരോളമേ മൃദുമുതലാംഗി അരികത്തു അണയൂ ജിംഗർജിലു ജിംഗർജിലു ജിംഗർജിലു. നിർത്തടാ. ജിംഗർജിലു